ഇപ്പൊ മനസ്സിലായില്ലേ അവന്തികെ, ഈ വീട്ടിലുള്ളവർക്കെല്ലാം നിന്നോട് എന്തുമാത്രം അമർഷം ഉണ്ടായിരുന്നു എന്ന്. നിന്റെ മുഖത്ത് നോക്കി ഇവരെല്ലാം ഇത് പറയണമെങ്കിൽ നീ എന്തുമാത്രം ഉപദ്രവങ്ങളാവും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ഓർത്തു നോക്കി. നന്ദേട്ട, എനിക്ക് അത് ഒരു മാപ്പാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അത് വേണ്ട. അങ്ങനെ മാപ്പ് തരേണ്ട കാര്യമല്ല നീ ചെയ്തു വച്ചിരിക്കുന്നതൊന്നും. പ്രത്യേകിച്ച് ഈ ഞാൻ നിനക്ക് മാപ്പ് തരത്തില്ല. അച്ഛാ, എനിക്കറിയാം അച്ഛന് താങ്ങാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തേന്ന്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരു മനുഷ്യനും ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയിട്ട് നീ എന്നോട് മാപ്പിരക്കുന്നോ? നീ ഈ വീട്ടിലെ ആരാന്നറിയോ? ഇവരുടെയൊക്കെ ആരാന്നറിയോ? മൂത്ത ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അമ്മ. നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പരസ്യമായി മാപ്പ് പറയാനും? ഇതേ മുഖഭാവത്തോടെ നീ പല തവണ എന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വമായി ക്ഷമിച്ചിട്ടുമുണ്ട്. ഇനി അത് നടക്കില്ല. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വേലി തന്നെ വിളവ് തിന്നാൻ നോക്കിയാൽ ആ വേലി ഞാനങ്ങ് പൊളിച്ചു കളയുമെന്ന്. വിശ്വാസവഞ്ചന എന്നെ കൊല്ലുന്നതിന് തുല്യമാ.